മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ സമാധാനത്തോടെ, സാഹോദര്യത്തോടെ, സ്വാതന്ത്ര്യത്തോടെ അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ഈ മണ്ണിൽ ജീവിക്കുവാൻ LDF ഈ കേരളത്തെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ പാർലമെന്റിലെത്തണം. ഇതാണ് 1.5 മിനിറ്റിലുള്ള വീഡിയോ. അത് തൃശ്ശൂർ പ്രസ് ക്ലബ്ബിൽ വെച്ച് നിങ്ങളുടെ എല്ലാ സാന്നിധ്യത്തിൽ റിലീസ് ചെയ്യുന്നു. തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, നമ്മുടെ ഈ രാജ്യത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ജനിച്ച മണ്ണിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ജാതി മത ചിന്തകൾക്ക് അതീതമായി നമ്മുടെ രാജ്യത്തിന്റെ കെട്ടുറപ്പ് നിലനിർത്തുവാൻ ഇവിടെ ശക്തമായ പ്രവർത്തനം ആവശ്യം. അതിന് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ 20 പേരാണ് കേരളത്തിൽ മത്സരിക്കുന്നത്. അവരെ വിജയിപ്പിക്കണം. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിനാണ്. ശരിക്കും ഏറ്റവും നല്ല ഒരു പാർലമെന്റ് നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മത്സരം നടക്കുന്നത് തൃശ്ശൂരാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ പ്രസ് ക്ലബ്ബിൽ വെച്ച് തന്നെ അത് റിലീസ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇത് മാത്രമാണ് എനിക്ക് ഇന്ന് നിങ്ങളെ കാണണം എന്ന് ആഗ്രഹിച്ചതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അല്ല, ഈ പ്രാവശ്യം ഞാനല്ല പാടിയത്. അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ അതിന്റെ ലിറിക്സ് ഒന്നും അത്ര ഇങ്ങോട്ട് പിടിയില്ല. ഇല്ല, പറ്റില്ല എനിക്ക്. കാരണം ഞാൻ അതിൻ്റെ അകത്ത് പങ്കെടുത്തതേ ഉള്ളൂ. പാട്ട് വേറെയാണ് പാടിയത്. അതിനല്ലേ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞത്. നിങ്ങളിലൂടെ എത്തുന്നിടത്ത് എത്തണം. കാരണം ഈ രംഗത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന നിലയിൽ, കാരണം ഒരു റീലാവുമ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ പ്രസംഗിക്കുന്നതിനെക്കാട്ടിലും ഒരു ഇഫക്റ്റ് ഉണ്ടാവും. ഇപ്പൊ സോഷ്യൽ മീഡിയയ്ക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റീല് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് നന്നാകും എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെയൊരു സംരംഭത്തിന് തുടക്കം വെച്ചത്. അതെ, എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. എന്റെ കുടുംബമാണിത്. എന്റെ മോള്, എന്റെ കൊച്ചുമോള്, എന്റെ അനിയത്തിയുടെ മോള്, ചേച്ചിയുടെ മോള്, കുഞ്ഞ്, അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലെ 7 പേരാണ്, സ്ത്രീകളാണ് ഇതിന്റെ അകത്ത് പങ്കെടുത്തിരിക്കുന്നത്. അവർ തന്നെ ഷൂട്ട് ചെയ്തു, അങ്ങനെ എടുത്തതാണ്. മരുന്നിനെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ നമ്മള്. തെരഞ്ഞെടുപ്പിനെ പറ്റിയല്ലേ പറഞ്ഞുള്ളൂ. മുമ്പ് തുടരണം പിണറായി എന്ന് പറയുന്ന ഒരു ഇലക്ഷൻ പ്രചരണ ഗാനം, അന്ന് അതും ഞങ്ങൾ കുടുംബം ആണ് അത് പാടിയതും എല്ലാം. എന്നിട്ട് ഓർമ്മ വരുന്നില്ല സത്യം പറഞ്ഞ. അതങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ലല്ലോ. പക്ഷെ അതെനിക്ക് ഓർമ്മ വരുന്നില്ല അങ്ങോട്ട്. തുടരണം പിണറായി പറയണം വളരണം എന്നുള്ള അതെനിക്കങ്ങോട്ട് ഇപ്പൊ ഓർമ്മ വരുന്നില്ല. കാരണം അതങ്ങ് വിട്ടു.
ഇനി ഒരവസരത്തിൽ സത്യമായിട്ട് ഇത്രയും ഞാൻ പാട്ട് പാടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് വിചാരിച്ചില്ല. ഇനിയും ഒരവസരം ഉണ്ടാകട്ടെ. കാരണം വലിയൊരു യാത്ര കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ രാത്രിയിലാണ് എത്തിയത്. അതെ, അല്ല തീർച്ചയായിട്ടും ഏറ്റവും മത്സരം, നല്ല കടുത്ത മത്സരമുള്ള സ്ഥലം തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് അത് ഏറ്റവും വളരെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായി സാധാരണക്കാരനോടൊപ്പം തെരഞ്ഞെടുപ്പ് വരുമ്പം വരുന്ന ആളൊന്നുമല്ല സുനിൽകുമാർ. ഞാൻ ഇവിടെ ഔഷധിയിൽ വരുന്ന സമയം മുതലേ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോഴാണല്ലോ തൃശ്ശൂരുമായിട്ട് എനിക്കുള്ള ബന്ധം. അപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മന്ത്രി ആയിരിക്കുമ്പോഴാണെങ്കിലും, ഞാൻ ഖാദി ബോർഡിലുള്ള സമയത്താണ് അദ്ദേഹം മന്ത്രിയാവുന്നത്. അപ്പം ഞാൻ തൃശ്ശൂർ വരുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ആര് വിളിച്ചാലും അവിടെ വേറെ രാഷ്ട്രീയമോ മറ്റെന്തും നോക്കത്തില്ല. എപ്പോഴും ജനങ്ങൾക്ക് അവൈലബിൾ ആവുന്ന ഒരു നേതാവാണ്, ഒരു പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ സുനിൽകുമാറിന്റെ ആ ഒരു പ്രത്യേകത തന്നെ ജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. വ്യക്തി എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹം ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് ആണ്. ഈ നാടിന് ഏറ്റവും ആവശ്യം അദ്ദേഹത്തെ പോലെ ഒരാളുമാണ്. അങ്ങനെ ഞാൻ പറയത്തില്ലല്ലോ. നമ്മള് രാഹുൽ മാങ്കൂട്ടത്തിലല്ലല്ലോ അങ്ങനൊക്കെ പറയാൻ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എപ്പോഴും ആ ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി തന്നെ വേണം. അല്ലെങ്കിൽ അതായിരിക്കണം പ്രത്യേകിച്ച് ഇത്തരം മൂല്യങ്ങളുണ്ടെന്ന് പറയുന്ന പാർട്ടിയുടെ യുവജനങ്ങളുടെ നേതാവായിട്ടൊക്കെ ഇരിക്കുന്നവർ അങ്ങനെ സംസാരിക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. മോശമായിപ്പോയി. ആള് മോശമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പറഞ്ഞത് മോശമായിപ്പോയി. പത്മജയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. പത്മജയെ കുറിച്ച്, പത്മജ ഇപ്പം ജീവിച്ചിരിക്കുന്നതും ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്തതുമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. ഞാൻ ലീഡറെ കുറിച്ചാണ് പറഞ്ഞത്. അല്ല, അത് ഞാനല്ലല്ലോ പറയേണ്ടത്. അല്ല, അങ്ങനെ ഞാനല്ല പറയേണ്ടത്. നമ്മൾ ഒരു തീരുമാനമെടുത്ത് നമ്മളൊരു പ്രസ്ഥാനത്തിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആ പ്രസ്ഥാനത്തിന് വിജയമുണ്ടാവണം എന്ന് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അത് പിന്നെ ഇലക്ഷൻ ആവുമ്പോൾ അങ്ങനെ പറയുമല്ലോ. അല്ല, ഞാനത് പറഞ്ഞത് ഇലക്ഷൻ ആയി കഴിയുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതൊരു എല്ലാ കാലഘട്ടങ്ങളിലും ഉള്ളതാണ്. ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളാണ്. അപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിലും ഇത്തരം ആരോപണങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്. അതിലൊരു വലിയ ഇത് ഇലക്ഷൻ കഴിയുമ്പോൾ പിന്നെ നേരെ തിരിച്ചു പറയും. അതൊക്കെ ഇലക്ഷൻ സമയത്ത് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു സ്വാഭാവികം മാത്രമാണ്. ഇനി ഇലക്ഷൻ വരുന്നുണ്ടല്ലോ. ഇപ്പൊ 20 വന്നുള്ളൂ. ഇനിയും അതിൽ കൂടുതൽ വരുമല്ലോ. നോക്കാം നമുക്ക്. ഇതുവരെയുള്ള അനുഭവത്തിൽ മറ്റേത് പാർട്ടിയെക്കാട്ടിൽ കൂടുതൽ ഇടതുപക്ഷത്തെ സ്ത്രീകൾക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായി 2 വനിതാ മന്ത്രിമാർ വന്നിട്ടുണ്ട്. ഏറ്റവും നല്ല വകുപ്പുകൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിക്കും സ്ത്രീകൾക്ക് ഒരു കുറെ കൂടെ അംഗീകാരം ഇടതുപക്ഷത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളത് ഒരു വലിയ സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. ഉറപ്പല്ലേ? പ്രതീക്ഷയല്ലേ എല്ലാം. എനിക്ക് നമുക്ക് അങ്ങനെയൊന്നും എനിക്കൊരു ചിന്തയില്ല. ഞാനത് പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നേ ഈ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള അധികം വനിതകൾ കാണത്തില്ല. അത്രയും ഒരു അവസരം കിട്ടിയതല്ലേ. എന്നും നമ്മളെ ആകാവൂ അല്ലെങ്കിൽ
മറ്റാരും വരരുത്, അങ്ങനെയല്ല. കാലം മാറി, പുതിയ തലമുറ വരണം, എങ്കിലല്ലേ അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാകും. ഒരിക്കലും അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കേയില്ല. അല്ല, അങ്ങനെ കിട്ടണം എന്ന് പറയുന്നു. ഇതിനു മുമ്പ് എന്നോട് ചോദിച്ചിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞേനേമായിരുന്നു, എനിക്ക് കിട്ടണം, എനിക്ക് മത്സരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞേനേമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം എന്റെ മനസ്സിലില്ല. അത് ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ മത്സരിക്കുന്നതും സജീവ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതും തമ്മിൽ രണ്ടും രണ്ടല്ലേ. മത്സരിക്കുന്നു എന്നുള്ളതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. നമുക്കൊരിക്കലും ഒരു പ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ പറ്റുകയില്ല. ചെറിയ പ്രായം മുതൽ പൊതുരംഗത്ത് നിന്ന് പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നിയ ബാലജനസഖ്യം ഒരു 6 വയസ്സ് അന്ന് മുതൽ തുടങ്ങിയതാണ്. ഒരിക്കൽ പോലും ഒരു ബ്രേക്ക് വന്നിട്ടില്ല. അപ്പോൾ ആരോഗ്യം ആയുസ്സും ഉള്ളിടത്തോളം കാലം പൊതുരംഗത്ത് ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ ഒരാഗ്രഹം. ആരുടെ കാര്യമാണ് പറയുന്നത്? ഓ, സുരേഷ് ഗോപിയുടെ കാര്യമാണോ? തിരുവനന്തപുരംകാരനാണ്, ഞങ്ങളുടെ അയൽവക്കമാണ്. അല്ല, അത് രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞല്ലോ. ഈ തെരഞ്ഞെടുപ്പ് ഭരണ വിരുദ്ധ വികാരത്തിലേക്കല്ല ഇപ്പോഴത്തെ ചർച്ച മുഴുവൻ പോകുന്നത്. എവിടെയാണ് ഇപ്പൊ റോഡില്ല, പാലം ഇല്ലെന്നും പറഞ്ഞാണോ ആരെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ സംസാരിക്കുന്നത്? പെൻഷൻ കിട്ടുമില്ലേ? അത് കാലങ്ങളിൽ ഏത് ഗവൺമെന്റാണ് കൃത്യമായി പെൻഷൻ കൊടുത്ത്, കൃത്യമായി റേഷൻ കൊടുത്ത്? അതൊന്നുമല്ല ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നം. എനിക്കും നിങ്ങൾക്കും ഇതേ സ്വാതന്ത്ര്യത്തോടെ ഈ മണ്ണിൽ ജീവിക്കാൻ കഴിയണം. ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിനും ഈ രാജ്യത്തുണ്ടാകരുത്. അതാണ് ഏറ്റവും പ്രധാന വിഷയം. റേഷനരിക്കൊക്കെ പരിഹാരം ഉണ്ടാവും, ഇന്നല്ലെങ്കിൽ നാളെ. പെൻഷന് പരിഹാരം ഉണ്ടാവും, ഇന്നല്ലെങ്കിൽ നാളെ. പക്ഷെ അതല്ല. ഇനി നമ്മുടെ കുട്ടികൾ, വരും തലമുറ ഈ മണ്ണിൽ ഏത് ലേവലിൽ ജീവിക്കണം എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ വിഷയം തന്നെയാണ്. അതെ, എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. എല്ലാവരും ഈ കോൺഗ്രസിൽ നിന്ന് പോകുന്നവരൊക്കെ കരഞ്ഞോണ്ടാ പോകുന്നത്, അല്ലെ? മറ്റുള്ള പാർട്ടിയിൽ നിന്ന് ഓരോരുത്തർ പോകുമ്പോൾ ചിരിച്ചോണ്ട് പോകും. പക്ഷെ കോൺഗ്രസിൽ നിന്ന് പോകുന്നവരുടെ കണ്ണ് നനഞ്ഞാണ് എല്ലാവരും ആ പാർട്ടി വിട്ടു പോകുന്നത്. അല്ല, എല്ലാവർക്കും അങ്ങനെ ഒരു ഫീൽ ഉണ്ടായത് കൊണ്ടായിരിക്കുമല്ലോ ഈ കരഞ്ഞും കണ്ണ് തുടച്ചും സങ്കടപ്പെട്ടും ഒക്കെ പോകുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ. കോൺഗ്രസിനെ ആരും കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ. കാലാകാലങ്ങളിൽ വരുന്ന കോൺഗ്രസ് നേതൃത്വത്തോടുള്ള പ്രശ്നത്തിലാണല്ലോ പലരും തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. ഓ, ഇനിയിപ്പം ശോഭന ജോർജ് പറഞ്ഞ് ഇനിയും കോൺഗ്രസിന്റെ നേതൃത്വം മാറണ്ട, അത് അവിടെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതുകൊണ്ട് അത്തരം നമ്മളൊരു പാർട്ടിയിൽ നിന്ന് പോന്ന് ഒരു തീരുമാനം എടുത്തു, പിന്നെ അങ്ങനെയാ ഇങ്ങനെയാന്നൊന്നും പറയാൻ പാടില്ല. അതാണ് നമ്മുടെ ഒരു പോളിസി. അല്ല, പത്മജയ്ക്ക് തോന്നും പത്മജ ശരിയാണെന്ന്. അവരവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അവരവർക്ക് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ലീഡറുടെ ഫോട്ടോ BJPയിലെ ഹോർഡിങ്സിൽ കണ്ടു എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ആരുടെ മകൾ എന്നുള്ളതല്ല. പത്മജ ഒരു വ്യക്തിയാണ്. പക്ഷെ പത്മജ ഒരു പാർട്ടിയിൽ ഒരു നിലപാടെടുത്തു എന്നുള്ളതിന്റെ പേരിൽ ലീഡറെ പോലെ ഒരു വലിയ നേതാവിനെ ഒരു വർഗീയതയുടെ
ഒരു ഇമേജുള്ള ഒരു പാർട്ടിയുടെ ഹോർഡിങ്സിന്റെ അകത്ത് വെക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ പ്രതിഷേധിക്കേണ്ട കാര്യമാണ്. അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. കാരണം ആ ലീഡർ ജീവിച്ചത് തന്നെ എനിക്ക് തോന്നുന്നു, ലീഡറുടെ അന്ത്യം വരെ ഞാൻ അദ്ദേഹത്തിന്റെ പ്രാണം പോകുന്നത് വരെ കൂടെ നിന്ന ഒരാളാണ്. ലീഡർ ഒരിക്കലും ഒരു വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയോ അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു, അദ്ദേഹം എന്തെല്ലാം പദവികളിൽ ഇരുന്നിട്ടുണ്ട്, ഒരിക്കലും അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടേയില്ല. അതെനിക്ക് 100% പറയാൻ കഴിയും. അപ്പൊ അദ്ദേഹത്തെ പിന്നെ ഇപ്പോൾ എടുത്ത് ഈ ഫ്ലെക്സ് ബോർഡുകളിലൊക്കെ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെക്കുന്നു എന്നൊക്കെ പറയുന്നത് അത് അങ്ങേയറ്റത്തെ ഒരു ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അത് ഇതുപോലൊരു വേദിയിൽ അത് എനിക്കത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാനത് പറഞ്ഞത്. അല്ല, ഇതെന്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. എനിക്കത് പറയാൻ എനിക്കതിനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ള വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ്. ലീഡർ ശ്രീ കെ കരുണാകരൻ ആരാണ്, അതിനെക്കുറിച്ചൊരു വാക്ക് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏത് ഇന്റർവ്യൂവിലും ഞാനത് പറയാറുണ്ട്. ലീഡറെ പോലെ ഒരു നേതാവിനെ ഇങ്ങനെ ഇനിയും എനിക്കറിയില്ല, അത് ചെയ്യുന്നതിന് സമ്മതം പോലും കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.